പണ്ട് നമ്പ്യാർ ഫലിതങ്ങൾ എന്ന പേരിലൊക്കെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഈരടികളൊക്കെ നമ്മൾ ക്ലാസ് മുറികളിൽ വായിച്ചിരുന്നു. കുഞ്ചൻ നമ്പ്യാർ ചിലരെയൊക്കെ വാനോളം പുകഴ്ത്തുന്നതിന് മടിയില്ലാത്ത വിധം അങ്ങനെ ഉയർത്തുകയും ചിലരെയൊക്കെ ആക്ഷേപിച്ച് തറതൂത്തടിച്ച് ഫലിതങ്ങളാക്കി മാറ്റി സാമൂഹിക മാറ്റങ്ങൾക്ക് കളമൊരുക്കുകയും ആക്ഷേപഹാസ്യത്തിലൂടെ ചില സത്യങ്ങളൊക്കെ തുറന്നു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിൻതലമുറക്കാരായി വന്ന പലരുമൊക്കെ ആ പാതകളിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പോൾ അനിൽ നമ്പ്യാർ ഫലിതങ്ങളുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റ്, വേടനെന്ന വേട്ടാവളിയന് വേണ്ടി വാദിക്കുന്ന സുഡാപ്പികൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ മദ്രസകളിലും മസ്ജിദുകളിലും ലവൻ്റെ റാപ്പ് മ്യൂസിക് ഷോ സംഘടിപ്പിക്കണം എന്നാണ് നമ്പ്യാർ അദ്ദേഹം പറയുന്നത്. ഏതായാലും നമ്മുടെ മാളവിക ബെന്നി പറയുന്നത് പോലെ പൂണൂല് കാണിക്കാൻ ഷർട്ടില്ലാതെ നടന്നപ്പോൾ തോന്നാത്ത അമർഷം ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ജാതി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ പൂണൂല് കാണിക്കാൻ വേണ്ടി മാത്രം ഷർട്ടിടാതെ നടക്കണം എന്ന് പറഞ്ഞൊരു ഭൂതകാലവും പിന്നെ ഇന്ന് സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളവും ആത്മാഭിമാനവുമായി കരുതുന്ന മാറുമറയ്ക്കുന്നതിന് മുലക്കരം കൊടുക്കേണ്ടി വരുന്ന ഒരു കാലത്തുമൊന്നുമില്ലാത്ത വലിയ വിശകലനവും വെപ്രാളവും ഒക്കെയാണ് ഇപ്പോൾ നമ്പ്യാർ ഫലിതങ്ങൾ പോലെയുള്ള ഫലിതങ്ങളിലൂടെ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലദ്ദേഹം പറയുന്നത് വേടനെന്ന വേട്ടാവളിയന് അതിൽ തന്നെ തുടങ്ങുകയാണ് ഈ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വല്ലാത്ത എന്താ പറയുന്നത്, മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തനത് കല. അതായത് വേടനെ വേട്ടാവളിയൻ എന്ന് വിളിച്ച് തൻ്റെ താൻ പ്രതിനിധീകരിക്കുന്ന വർഗ്ഗഗുണത്തോടൊപ്പം ചേർത്ത് വെച്ച് വർണ്ണിക്കാനാണ് അദ്ദേഹം സാഹസികത കാണിക്കുന്നത്. കാരണം വേട്ടാവളിയൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു കാര്യവുമില്ലാതെ എന്തിനോ വേണ്ടി എപ്പോഴും ആ ശബ്ദം പുറപ്പെടുവിച്ച് നടക്കുന്നതുകൊണ്ടാണ് അതിനെ വേട്ടാവളിയൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ വേടൻ്റെ ശബ്ദത്തിനൊരർത്ഥമുണ്ടെന്നും വേടൻ്റെ ശബ്ദത്തിന് വേടൻ പോലും കാണാത്തൊരു മാനമുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഏതെല്ലാം തരത്തിലുള്ള നാടൻ പാട്ടുകൾ, റാപ്പ് മ്യൂസിക്കുകൾ ഒക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നു. അതിനോടൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ഛർദിയാതിസാരം അപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ടല്ലോ. ഈ ആലപ്പുഴയിലൊക്കെ കോളറ വന്ന് ഒരു ചെറുപ്പക്കാരൻ മരിച്ച സംഗതി കണ്ടല്ലോ. അതുപോലെയുള്ള ഒരു വ്യത്യസ്തമായ ഛർദിയാതിസാരം അതിനോടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിളിക്കപ്പെട്ട വേടനാണോ വേട്ടാവളിയൻ അതോ വിളിക്കുന്നവരാണോ വേട്ടാവളിയൻ എന്ന് വർണ്ണയത്തിൽ ആശങ്ക, ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ അതിനുവേണ്ടി വാദിക്കുന്ന സുഡാപ്പികൾ, അതാണ് വർത്തമാനകാലത്തിലെ നമ്പ്യാർ സാറിൻ്റെ വേറൊരു ഫലിതം. ഇപ്പോൾ സുഡാപ്പി എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു ജാതിമതത്തിൻ്റെ മുദ്ര വേണ്ട. പണ്ട് SDPIക്കാരെയാണ് സുഡാപ്പി എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സാക്ഷാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രി, നമ്മുടെ എറണാകുളത്ത് മരിച്ചുപോയ രാമേന്ദ്രൻ്റെ മോൾ ആതിര രാമേന്ദ്രൻ, പിന്നെ അതുപോലെ ഒരു നേവൽ ബേസിലെ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുണ്ടല്ലോ, അതായത് നിങ്ങൾ ഈ കാശ്മീരികളെയും മുസ്ലിങ്ങളെയും വേട്ടയാടരുതെന്ന് പറഞ്ഞ അവരടക്കമുള്ളവർ എല്ലാവരും ഇപ്പോൾ സുഡാപ്പികളാണ്. അപ്പോൾ ആ സുഡാപ്പികളുടെ ഗണത്തിനോട് ചേർത്ത് വച്ചാണ് നമ്പ്യാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിനുവേണ്ടി വാദിക്കുന്ന സുഡാപ്പികൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ മദ്രസകളിലും മസ്ജിദുകളിലും വേടൻ്റെ റാപ്പ് മ്യൂസിക് ഷോ സംഘടിപ്പിക്കണം എന്നാണ് സാക്ഷാൽ നമ്മുടെ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കുള്ളൊരു പ്രശ്നമുണ്ട്. അത് വേറൊന്നുമല്ല. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു മോഷണം നടന്നു, എന്തെങ്കിലും മോഷ്ടിച്ചു, അത് നമുക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ അയലത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കൂ എന്ന് പിടിച്ചു കഴിയുമ്പോൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരിടത്ത് ഒരു ഈ പീഡനം നടന്നു എന്ന് കേൾക്കുമ്പോൾ ആ പീഡനം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ, പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും വ്യാജരേഖ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു വ്യാജരേഖ ഉണ്ടാക്കി അതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി നോക്കി എന്ന് പറയുന്നത് പോലെ, വ്യത്യസ്തമായ വിവിധ കലാപരിപാടികളിലും കലാരൂപങ്ങളിലുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ
ഇപ്പോൾ ഇവിടെ നടത്തുന്നത് പോലെ ഒന്ന് അപ്പുറത്തൂടെ നടത്തി നോക്കിയാലോ എന്ന് പറയുന്ന ഒരു ചിന്ത വരാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്പ്യാർ സാർ മനസ്സിലാക്കേണ്ടത്, അവിടെ നടക്കുന്ന ഒരു പ്രത്യേകതരം പരിപാടികളാണ് ഇവിടെ മസ്ജിദുകളിൽ നടക്കുന്നത്. ആ പരിപാടികൾക്കനുസൃതമായുള്ള ചിട്ടകൾ, ചട്ടങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചാൽ വേടൻ ഏത് നിലയിലേക്ക് ഉയർത്തപ്പെടുമെന്നറിയോ? ഒരുപക്ഷെ അതിൽ അദ്ദേഹം അങ്ങ് ഈ പറയുന്ന റാപ്പ് മ്യൂസിക്കിൻ്റെ ആ കഴിവും കലയുമൊക്കെ അതിനേക്കാൾ സംഗീതാത്മകമായി ഓതാനും മനസ്സിലാക്കാനും സമൂഹത്തിന് മുന്നിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാസ്മരികതയോട് അവതരിപ്പിക്കാനും കഴിയുന്ന രൂപത്തിലേക്കൊക്കെ എത്തിച്ചേർന്നാൽ അദ്ദേഹമൊക്കെ ചിലപ്പം മക്കയിലോ മദീനയിലോ അടക്കമുള്ള ലോകത്തിലെ വിശ്വാസികളുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ നായകൻ എന്ന് പറഞ്ഞാൽ ഇമാമായി, നമസ്കാരം നിയന്ത്രിക്കുന്ന ആളായി, ആളുകളെ എല്ലാവരും ബഹുമാനിക്കുന്ന ആളായി സാധാരണ വിളിക്കുന്ന. അപ്പം ഈ നമ്പ്യാർ വിളിച്ചതുപോലെ വേട്ടാവളിയിൽ നിന്നും ആയിരിക്കില്ല അദ്ദേഹത്തെ വിളിക്കുന്നത്. ഉസ്താദ്, മൗലാന, ഷെയ്ഖ്, മൗലവി എന്നൊക്കെ പറഞ്ഞായിരിക്കും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. ആ തുല്യതയിലേക്കൊക്കെ എത്താൻ കഴിയും. ഇതിപ്പം നമ്പ്യാർ അദ്ദേഹത്തിന് അപ്പുറത്തൂടെ കളിക്കാവോ എന്ന് വെല്ലുവിളിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന അവിടുത്തെ പവിത്രമായി ജാതി അടിസ്ഥാനത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നിലും ഒരു വ്യതിയാനവും വരുത്താൻ കഴിയില്ല. അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതിൻ്റെ നമ്മുടെ ഉള്ളിലെ ഒരു ഛർദ്ദിയാതിസാരം മാറ്റുന്നതിന് നീ മറ്റേടത്ത് പോയെന്ന് നടത്താവോ എന്ന് ചോദിച്ച് വെറുതെ വേടന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടി റോക്കറ്റ് കുതിക്കുന്നത് പോലെയുള്ള സ്വീകാര്യതയും പിന്തുണയുമാണ് നിങ്ങൾ നൽകി വരുന്നത് എന്നൊന്ന് ഓർത്താൽ നന്നായിരുന്നു. ഇപ്പോൾ ആ വേടൻ എന്ന് പറയുന്ന ചെക്കന് അവന് ഫോൺ എടുക്കാൻ നേരമില്ല, അവന് ആളുകളെ കാണാൻ നേരമില്ല, പരിപാടിക്ക് ഡേറ്റ് കൊടുക്കാൻ നേരമില്ല. അവനിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആലോചിക്കുകയായിരുന്നു, ഈ ഒരു കേരളത്തിലെ പൊതു സമൂഹ മനസാക്ഷിയെ എങ്ങനെ എത്രമേൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായി വേടൻ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ വേടൻ ഓർക്കേണ്ട ഒന്ന്, നിങ്ങളുടെ ഈ തിരുത്തൽ ശബ്ദമുണ്ടല്ലോ, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ശബ്ദം, അനീതിക്കെതിരെ നീതിക്കായുള്ള ശബ്ദം, അത് ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിങ്ങൾ ഉറച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ നിങ്ങൾ കീഴടങ്ങിയാൽ, നിങ്ങളെ കീഴടക്കാൻ എല്ലാവരും ശ്രമിക്കും, അതോടെ നിങ്ങളുടെ കഥ കഴിയും എന്നുള്ള കാര്യവും മറന്നു പോരുത്. പലപ്പോഴും പലരും ഈ ധൃതരാഷ്ട്രാലിംഗനം പോലെ തിളങ്ങി നിൽക്കുന്നവരെ ചേർത്തമർത്തി ഭസ്മീകരിച്ച് കഴിഞ്ഞ ചരിത്രം ഒത്തിരിയുണ്ട്. അതുകൊണ്ട് അത് വേടൻ സൂക്ഷിക്കട്ടെ.